അമൃതേ, വരൂ. എന്തു പറ്റി സർ? സുഖമില്ലേ? ഏയ്, ഒന്നുമില്ല. ഗോപി ക്ലാസ്സിൽ പോയിരിക്കുക. എന്തിനാ സർ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? ഒരു പ്രത്യേക കാര്യം പറയാനാ അമൃതയെ കാണണമെന്ന് പറഞ്ഞത്. എനിക്കത് മനസ്സിൽ കൊണ്ടു നടക്കാനാവുന്നില്ല. ആരോടെങ്കിലും ഒന്ന് പറയാതെ വയ്യ. എന്താ കാര്യം? ഗോപിയെ സംബന്ധിച്ച വല്ലതുമാണോ? അതെ, അവളൊരു പയ്യനുമായിട്ട് ഇഷ്ടത്തില. അത്രേ ഉള്ളോ? അതൊന്നും സാരമില്ല സർ. അത് മാത്രമല്ല, അവൾ ഇഷ്ടപ്പെടുന്ന ചെറുക്കൻ ആരാണെന്നറിയോ? ഡോക്ടർ അപർണയുടെ മകൻ. ഗോപിക്ക് അധികം ആയുസില്ല എന്നറിയാവുന്ന ആദ്യത്തെ ആളാണ് അപർണ. അവരുടെ മകനെ മാത്രമേ കിട്ടിയുള്ളൂ അവൾക്ക് സ്നേഹിക്കാൻ. സാറ് വിചാരിക്കുന്ന പോലുള്ള അപകടമൊന്നും ചിലപ്പോ ഉണ്ടായില്ലെന്നും വരാം. ഏയ് അല്ല, അത് തന്നെയാ സംഭവിക്കാൻ പോകുന്നത്. സ്വന്തം മകനോട് അവർ സത്യം പറയും. ആ നിമിഷം തന്നെ ഗോപിയും അതറിയും. പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. സർ, നമുക്ക് ഡോക്ടർ അപർണയെ ഒന്ന് കണ്ടാലോ? എന്തിന്? ഗോപിയെക്കുറിച്ചുള്ള സത്യം ആരോടും വെളിപ്പെടുത്തരുതെന്ന് പറയാൻ. എന്ത് ന്യായത്തിന്റെ പുറത്താ നമ്മൾ അങ്ങനെ പറയുന്നത്? നമുക്ക് എന്ത് അവകാശം? സ്വന്തം മകന്റെ കാര്യത്തിൽ ഏതൊരമ്മയും പോലെ അവർക്കും ഉണ്ടാവില്ലേ ഉത്കണ്ഠ? പക്ഷെ സർ, അവർ ഒരു ഡോക്ടറല്ലേ? മകനെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് രോഗിയുടെ ജീവിതവും. ഇതൊക്കെ പറയാൻ കൊള്ളാവുന്ന ആദർശങ്ങൾ. ജീവിതവുമായി അതിന് യാതൊരു ബന്ധവുമില്ല. ഇക്കാലത്ത് സ്വന്തം ജീവിതത്തിനപ്പുറം ആർക്കും മറ്റൊന്നുമില്ല. അതാണ് സത്യം. ഇല്ല, എനിക്കതിനോട് യോജിക്കാനാവില്ല. മരണം ഉറപ്പായ ഒരു രോഗിയെ രക്ഷിക്കാൻ ഡോക്ടർക്ക് ചില സാക്രിഫൈസുകളൊക്കെ ആകാം. അവരത് ചെയ്യും. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ് ഗോപികയുടെ ജീവിതം. കഴിയുന്നത്ര കാലം ഒന്നും അറിയാതെ അവളെ സന്തോഷത്തോടെ കഴിയണമെന്നല്ലേ നമുക്കുള്ളൂ. അതിനപ്പുറം നമുക്കൊന്നും ആവശ്യിക്കാനുള്ള അവകാശം പോലുമില്ല. അതാ ഞാൻ പറയുന്നത്. നമുക്ക് ഇന്ന് തന്നെ ഡോക്ടർ അപർണയെ കാണാം. അവരോടെല്ലാം തുറന്നു പറയാം. സമ്മതിച്ചു. അവരോട് നമുക്ക് എന്താ പറയാനുള്ളത്? ഗോപിയെക്കുറിച്ചുള്ള സത്യം സ്വന്തം മകനിൽ നിന്ന് മറച്ചു വയ്ക്കണമെന്നോ? അത് നടക്കുന്ന കാര്യമാണോ? സാർ അങ്ങനെ പറയരുത്. എത്രയൊക്കെ അപമാനിക്കപ്പെട്ടാലും സാരമില്ല. നമുക്കവരെ കണ്ട് സംസാരിക്കണം. സർ, ഇന്ന് തന്നെ നമുക്ക് അവരെ ഒന്ന് കണ്ടാലോ? എനിക്കൊന്ന് ആലോചിക്കണം. പക്ഷേ എത്രയും വേഗം അവരെ കാണണം. അപർണ മകനോട് ആ സത്യം പറയുന്നതിന് മുമ്പ്. ഹലോ അവിനാഷ്, ഇന്നലെ അമ്മയോട് പറഞ്ഞോ? ഉവ്വ. എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? അമ്മയൊന്നും പറഞ്ഞില്ല. ഇന്ന് ഷാങ്ക്രിയിൽ വെച്ച് പറയും. ഞാൻ അങ്ങോട്ട് പോവാ. ഏട്ടനോട് പറഞ്ഞോ? പറഞ്ഞു. പക്ഷെ ചേട്ടൻ വലിയ ഗൗരവം കാണിച്ചില്ല. ഒരു തണുപ്പം മട്ട്. അമ്മയുടെ റിയാക്ഷനിൽ എനിക്ക് വലിയ അത്ഭുതമില്ല. കക്ഷി ചിലപ്പോൾ അങ്ങനെ മനസ്സിലുള്ളത് പറയാൻ നല്ല നല്ല ഒക്കേഷൻസ് തിരഞ്ഞെടുക്കാറുണ്ട്. അവിനാഷ്, അമ്മയുടെ അഭിപ്രായം എന്തു തന്നെ ആയാലും ഇന്ന് തന്നെ എന്നെ വിളിച്ചറിയിക്കണം. ഓ ശരി. ഓക്കെ ഓക്കെ.
അമ്മ കാര്യം പറയും. നീ ആഹാരം കഴിക്കേ, അതിനിടയിൽ നമുക്ക് സംസാരിക്കാമല്ലോ. അതൊക്കെ ഞാൻ കഴിച്ചോളാം. കുറെ നേരമല്ലേ ഇരിപ്പോടങ്ങിയിട്ട്. അമ്മ കാര്യം പറയുന്നുണ്ടോ? പിന്നെ നിനക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ല ഞാൻ പറയാൻ പോകുന്നത്. അത് ഞാൻ ഊഹിച്ചു. അമ്മ എനിക്ക് ട്രീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണല്ലോ. ഒന്നുകിൽ ഒരു ആഘോഷം, അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത ദുഃഖം. മനസ്സിനെ മെരുക്കാൻ ഒരു പരിധിവരെ നമ്മുടെ ടേസ്റ്റ് ബഡ്സിന് കഴിഞ്ഞേക്കും. അങ്ങനെ ഒരു അന്ധവിശ്വാസം എനിക്കുണ്ട്. ഓ, എന്റെ അമ്മ സസ്പെൻസ് കൊണ്ട് വീർപ്പ് മുട്ടുക. ഞാൻ ആൽഫ്രഡ് ഹിച്ചോക്കിന്റെ കുഞ്ഞുവങ്ങളാകാതെ കാര്യം എന്താന്ന് വെച്ചാ പറയമ്മേ. ആക്സിഡന്റ് പറ്റി പരിക്കേറ്റ ഒരാളുടെ ശരീരവും കൊണ്ടാണ് ആദ്യമായി SP ജയമോഹൻ എന്റെ മുമ്പിൽ എത്തുന്നത്. ജയമോഹനെ നീ അറിയുമായിരിക്കും. മാസങ്ങൾക്ക് ശേഷം അയാൾ ഒരു വട്ടം കൂടി എന്നെ കാണാൻ കോട്ടയത്ത് വന്നു. കൂടെ പെങ്ങൾ ഗോപികയുണ്ടായിരുന്നു. പക്ഷെ അന്ന് അവരെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. എനിക്ക് വേണ്ടി ആ കേസ് മെർലിൻ അറ്റൻഡ് ചെയ്തു. അമ്മയെ കൺസൾട്ട് ചെയ്യാൻ ഏട്ടനോടൊപ്പം 1-2 തവണ വന്നിരുന്നു എന്ന് ഗോപിക എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ നിന്റെ അമ്മയാണെന്ന് അവൾക്കറിയാമല്ലേ? ഈയിടെ അറിഞ്ഞത്. പക്ഷേ അവക്ക് കാര്യമായ അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? അമ്മ എന്താ മിണ്ടാത്ത? അസുഖം ഉണ്ടായിരുന്നെങ്കിൽ അത് ആദ്യം അറിയേണ്ടത് ഗോപികയല്ലേ? നാച്ചുറലി. പക്ഷേ ഇവിടെ അവളുടെ ഏട്ടന് അതിനോട് യോജിപ്പില്ലായിരുന്നു. അസുഖ വിവരം അനിയത്തിയിൽ നിന്ന് മറച്ചു വെക്കണമെന്ന് അങ്ങേർക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്താ ഗോപികയുടെ അസുഖം? ചെറിയ ഹാർട്ട് പ്രോബ്ലംസ് വല്ലതാണോ? കുഴപ്പം ഹാർട്ടിന് തന്നെയാണ്. പക്ഷേ നിസ്സാരമല്ല. അറിയാമേ, എന്താ അവളുടെ കുഴപ്പം? മോനെ, ഗോപികയുടെ അസുഖം നീ വിചാരിക്കുന്ന പോലെയല്ല. വളരെ ഗുരുതരമാണ്. ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയാത്ത വണ്ണം ഗുരുതരമാണ്. No! I don't believe this. അമ്മ വെറുതെ പറയാ. അച്ചു, നീ ഇരിക്കേ. ഞാൻ മുഴുവൻ പറഞ്ഞു തീർന്നില്ല. ഇരിക്കും മോനെ, അമ്മ പറയട്ടെ. എനിക്ക് നിന്നോട് വേണമെങ്കിൽ നുണ പറയാം. പക്ഷെ പിന്നീട് നീ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. അത് താങ്ങാൻ അമ്മയ്ക്കാവില്ലടാ. അതാണ് സത്യം പറയാൻ തീരുമാനിച്ചത്. അത്രയ്ക്ക് സീരിയസ് ആണെങ്കിൽ അത് ഗോപിക്ക് ഫീൽ ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ. എന്തോ ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് അവൾ തിരിച്ചറിയാത്തത്. പക്ഷെ ഈ സ്റ്റേജ് മാറാൻ അധികകാലം വേണ്ട. ഏത് നിമിഷവും അതുണ്ടാകാം. മോനു വേണ്ടി എല്ലാ കഴിവുകളും മെഡിക്കൽ സൗകര്യങ്ങളും വിനിയോഗിക്കാൻ അമ്മ തയ്യാറാണ്. പക്ഷെ മരുന്നുകൊണ്ട് അവളെ രക്ഷപ്പെടുത്താൻ ആർക്കും കഴിയില്ല. അത്രയ്ക്ക് മോശമായിരിക്കുന്നു അവളുടെ ഹൃദയം. അച്ചു, എന്നായാലും നീ ഇതറിഞ്ഞേ വെക്കൂ. എനിക്കറിയാം നീ ആ കുട്ടിയുമായി അടുക്കാൻ തുടങ്ങിയിട്ട് അധികകാലമൊന്നും ആയിട്ടില്ലെന്ന്. തുടക്കത്തിലെ തന്നെ സത്യം അറിയുന്നതാണ് നല്ലത്. അവൾക്കും നിനക്കും എല്ലാം. ഈ സത്യം ഒരിക്കലും അറിയാതിരിക്കുകയായിരുന്നു നല്ലത്.
എന്തിനമ്മേ എന്നോടിത് പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ, വൈകിയാൽ ആ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ ചിലപ്പോ നിനക്കും കഴിഞ്ഞില്ലെന്ന് വരും. ഇപ്പോ ഇപ്പോ അതിന് കഴിയുമെന്നാണോ അമ്മ വിചാരിക്കുന്നത്? അത്രയ്ക്കുള്ള ശക്തിയൊന്നും എനിക്കുമില്ല. അച്ചു, മനസ്സിന് കൂടുതൽ കരുത്തുണ്ടാക്കണം. ഈ സത്യത്തെ നേരിടാൻ നിനക്ക് കഴിയണം. മോനെ, അസുഖത്തിന്റെ വിവരം ഗോപിക്ക് ഒരിക്കലും അറിയരുതെന്ന് ജയമോഹൻ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ വാക്ക് കൊടുക്കുകയും ചെയ്തു. ഇത്രയും നാൾ ഒരാളോടും പറയാതെ ഞാൻ മനസ്സിൽ കൊണ്ടു നടന്നു. എന്തിനാ അവക്കില്ലാത്ത പ്രതീക്ഷ കൊടുക്കുന്നത്? അതല്ലേ ഏറ്റവും വലിയ തെറ്റ്. അവസാന നിമിഷം വരെ ഒന്നും അറിയാതെ സന്തോഷത്തോടെ അനിയത്തിയെ യാത്രയാക്കാൻ കഴിയണമെന്ന് മാത്രമാണ് ആ ഏട്ടൻ എന്നോട് ആവശ്യപ്പെട്ടത്. ദൗർബല്യമാകാം, ഞാനതിന് വഴങ്ങിപ്പോയി. നീ എനിക്ക് വാക്ക് തരണം, ഈ സത്യം ഒരിക്കലും ഗോപിക്ക് അറിയരുത്. ഈ രഹസ്യം മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയില്ലേ നിനക്ക്? അച്ചു, ജയ, ജയ, എന്താ? വീടെത്തി, ഇറങ്ങ. പതുക്കെ. ജയ,
എന്തൊക്കെയാ നീ കാട്ടിക്കൂട്ടിയെന്ന് വല്ല ഓർമ്മയുണ്ടോ? സ്വന്തം ഡെസിഗ്നേഷൻ പോലും മറന്നാ നീ പെരുമാറിയത്. ഡെസിഗ്നേഷൻ? എന്ത് ഡെസിഗ്നേഷനാടാ? എന്റെ പ്രശ്നങ്ങൾ അവർക്ക് അനുകൂലമാവോ? ഡാ പതുക്കെ, ഗോപി ഉണരും. അല്ലെങ്കിലും അവളെ വിളിച്ചുണർത്തണ്ടേ? നേരി കാണുമ്പോ അവിനാശിനെ കുറിച്ച് അഭിപ്രായം ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് അവള് ചോദിക്കും. ഞാൻ എന്തുവാടാ പറയേണ്ട സേവിയറെ? ജയ, എന്ത് വന്നാലും നമ്മൾ നേരിടണ്ടേ? നീ വിഷമിക്കാതിരിക്കെ. പോടാ, ഒരർത്ഥമില്ലാത്ത വാചക നീ ഇപ്പൊ പറഞ്ഞത്. എല്ലാരും ഇങ്ങനെയൊക്കെ പറയും. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഒരു അവസ്ഥയിൽ നിന്നെ ഗോപിയുടെ മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പോലും എനിക്ക് കഴിയില്ല. എങ്കിൽ പൊയ്ക്കോടാ. ആര് പറഞ്ഞിട്ടാ നീ ആ ഭാര്യ തന്നെ പൊക്കിയെടുത്തോണ്ട് വന്നേ? ഞാൻ അവിടെ കാണും കിടന്നോളുമായിരുന്നല്ലോ. ഇങ്ങനെ ബാലിശമായിട്ട് സംസാരിക്കരുത്. നിന്റെ ഈ അവസ്ഥ കാണുന്നത് പോലും ഗോപിക്ക് താങ്ങാനാവില്ല. യെസ്, ഐ നോ. പക്ഷെ സഹിക്കാൻ പറ്റണ്ടേ? മതി, എഴുന്നേൽക്ക്. എഴുന്നേക്കടാ. നീ അകത്തേക്ക് ചെല്ല്, ഞാൻ പോവുക. നീ നീ ആദ്യം ഗോപിയെ വിളിക്ക്. ഇല്ല, ഇന്ന് എനിക്ക് അവളെ കാണാൻ പ്രയാസമുണ്ട്. നിങ്ങൾക്കൊക്കെ അങ്ങനെ രക്ഷപ്പെടാം, പക്ഷെ ഞാൻ എന്ത് ചെയ്യൂടാ? ജയ, ഞാൻ ഹെൽപ്ലെസ് ആണ്. ഐ എം സോറി. പൊയ്ക്കോ, നീ വയ്ക്കോ, നീ വയ്ക്കോ. എടാ ജയ, ഞാൻ പോടാ, നീ കേറ്, കേറി പോടാ. ഞാൻ ഒറ്റയ്ക്കാ എപ്പോഴും. പൊയ്ക്കോ, ഞാൻ ഒറ്റയ്ക്ക് മതി. ഞാൻ ഒറ്റയ്ക്ക് മതി. ഞാൻ ഒറ്റയ്ക്ക് സഹിച്ചോളാം. നീ ഉറക്കമായിരുന്നു? പോയി കിടന്ന് ഉറങ്ങിക്കോ, അല്ലെങ്കിൽ മോക്ക് ക്ഷീണാവും. ഞാൻ ആരോ കഴിച്ചിട്ടാ വന്നേ. അയ്യോ ചേട്ടാ, വേണ്ട, പിടിക്കണ്ട. എന്താ ചേട്ടന്റെ പ്രശ്നം? എന്ത് പ്രശ്നം? ഒന്നുമില്ല. മോള് പോയി കിടന്നു. ഒളിക്കാൻ നോക്കണ്ട. ചേട്ടൻ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടെന്ന് ഏത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാവും. അങ്ങനൊന്നുമില്ല, ചെറുതായിട്ട്. ഓഫീസേഴ്സിന്റെ ഒരു പാർട്ടി, നമ്മൾ എങ്ങനെ മാറിയിരിക്കും? ഏത് ഓഫീസറാ ചേട്ടന് പാർട്ടി വന്നത്? DAG അങ്കിളിനെ വിളിച്ച് ഞാൻ ചോദിക്കാലോ. പൊന്നുമോളെ ചതിക്കല്ലേ. പുള്ളിക്കാരനാണ് അറിഞ്ഞത് വലിയ പുലിവാലാവും. പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെ നോണ പറയുന്നത്? എനിക്ക് സൗകര്യം ഉണ്ടായിട്ട് ഞാനവിടെ ചോദിക്കാൻ. എന്റെ അച്ഛനൊന്നും അല്ലല്ലോ. ചേട്ടാ, ഞാനല്ലാതെ വേറെ ആരാ ചേട്ടനോട് ചോദിക്കാൻ? ഓക്കെ ഓക്കെ, ഇനി അതിനെ കുറിച്ച് ഒന്നും സംസാരിക്കണ്ട. ഗുഡ് നൈറ്റ്. നീ പോയി കിടന്ന് ഉറങ്ങിക്കും. സോറി മോളെ. മോളെ, നിന്റെ ഏട്ടൻ നല്ലവനാണ്. പൊന്നുപോലെ നിന്നെ അവൻ നോക്കും. അതുപോലെ
ഏട്ടന്റെ കാര്യങ്ങളും നീ ശ്രദ്ധിക്കണം. സ്വന്തം കാര്യം നോക്കാൻ അറിയാത്തവനാണവൻ. അവനൊരു നല്ല ജീവിതം ഉണ്ടാവണം. അമ്മയുടെയും അച്ഛൻ്റെയും സ്ഥാനത്ത് നിന്ന് നീ അവന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നടത്തി കൊടുക്കണം. സോറി, ഞാൻ ചേട്ടനെ അങ്ങനൊന്നും വഴക്ക് പറയാൻ പാടില്ലായിരുന്നു. ഏയ്, അതൊന്നും സാരമില്ല. ഞാൻ ചെയ്തത് തെറ്റല്ലേ? സത്യം പറഞ്ഞ അത്രയ്ക്ക് വലിയ തെറ്റൊന്നുമല്ല. വല്ലപ്പോഴും ഇത്തിരി മദ്യപിക്കുന്നതുകൊണ്ട് ഈ SP സാർ എന്റെ ചേട്ടനല്ലാതാവോ? എന്നുവെച്ച് സ്മോൾ അടിക്കാനുള്ള ലൈസൻസ് ഞാൻ എഴുതി തന്നു എന്നൊന്നും വിചാരിക്കണ്ട. വല്ലപ്പോഴും ഒന്നോ രണ്ടോ ഒക്കെ ആവാം. ഇതിപ്പോ ഒരു കുപ്പി മുഴുവനും വിഴുങ്ങിയച്ചല്ലേ കയറി വന്നിരിക്കുന്നത്. അതേതായാലും നമുക്ക് വേണ്ട. ശരി, സമ്മതിച്ചു. എങ്കി പറ, എന്താ ഇയാടെ പ്രശ്നം? പ്രശ്നോ? അതെല്ലോ, പ്രശ്നമൊന്നുമില്ലെങ്കിൽ SP സാർ ഇങ്ങനെ മൂക്കറ്റം കുടിച്ച് വീട്ടിലേക്ക് കയറി വരില്ല എന്ന് എനിക്കറിയാം. ഒരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞില്ലേ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ശോ, ഈ IPS കാരിങ്ങനെ കല്ല് വെച്ച നുണ പറയൂ. എന്തിനാ സാറേ ഈ പ്രൊഫഷന്റെ വില കളയുന്നത്? ഉള്ള കാര്യം മണി പോലിങ് പറഞ്ഞേ. നീ മനുഷ്യനെ മെനക്കെടുത്താതെ പോകുന്നുണ്ടോ? ഇതൊന്നും കേട്ട് ഞാൻ ഒഴിവാവില്ല. എന്നോട് അമ്മ പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചേട്ടന്റെ കാര്യം നോക്കണമെന്ന്. ഛേ, ഇത് വലിയ പാരയായല്ലോ. ചേട്ടാ, നേര് പറ, ചേട്ടന് വല്ല പ്രേമനൈരാശ്യം ഉണ്ടായോ? ഗോപി, ഞാൻ ഒരെണ്ണം തന്നാലുണ്ടല്ലോ. അത് കൊണ്ടല്ലേ. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതിൽ എന്തോ സത്യം ഉണ്ടെന്നർത്ഥം. ഇനി തുറന്നങ്ങ് പറഞ്ഞു, എല്ലാ പ്രശ്നവും ഞാൻ പരിഹരിക്കാം. ഗോപി, എന്തോ? എനിക്കൊരിത്തിരി സമാധാനം താ. തരാലോ. വേഗം താഴേക്ക് വാ. സമാധാനം അവിടെ കഞ്ഞിയുടെയും പയറിന്റെയും രൂപത്തിൽ വിളമ്പി വെച്ചിട്ടുണ്ട്. പൊന്നുമോളെ, ഇന്നെനിക്ക് ആഹാരം വേണ്ട. മൂക്ക് മുട്ട കഴിച്ചതാ. എങ്കി പിന്നെ നിർബന്ധിക്കുന്നില്ല. താങ്ക് യു. ഇനി ഏട്ടനൊരു അപേക്ഷയും കൂടി ഉണ്ട്. എന്താണാവോ? ഏട്ടന് ഉറക്കം വരും. എന്റെ പൊന്നുമോളി കിടന്നു. അപ്പൊ സൂത്രത്തിൽ നമ്മളെ ഒഴിവാക്കിയതല്ലേ? അയ്യോ അല്ല, ഏട്ടന് നല്ല ക്ഷീണമുണ്ട്. കാണും, കുപ്പി മുഴുവനായിട്ട് അങ്ങ് വിഴുങ്ങിയിരിക്കല്ലേ. ആയിക്കോ, ഞാനൊന്നിനും ഒരു തടസ്സമാവുന്നില്ല. ഡേ, ബെഡ് വിരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് മഞ്ഞു കൊള്ളണ്ട. പോയി കിടന്നു. ഞാൻ കിടന്നോളാം. ഗുഡ് നൈറ്റ് ഗോപി. ഗുഡ് നൈറ്റ്.